സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ ജില്ലകൾ തമ്മിലുള്ള മത്സരത്തിന് കടുപ്പമേറുകയാണ്. കാഴ്ചക്കാർ ഏറെയുള്ള ഒപ്പന, മാർഗം കളി, നാടോടി നൃത്തം എന്നിവയും വിവിധ വേദികളിലുണ്ട്. കലോത്സവം രണ്ടാം ദിനം എത്തിയപ്പോൾ കണ്ണൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പമാണ്. ശ്രീരാജ് ബാബുവാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, ജനപ്രിയ ഐറ്റങ്ങളൊക്കെ വേദിയിലെത്തിയ ദിവസം അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മത്സരം. അപ്പോൾ എങ്ങനെയാണ് മത്സര പോരാട്ടം? ഒപ്പത്തിനൊപ്പം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രമാത്രം വീര്യമുണ്ട് മത്സരത്തിന്? സ്വാതി, അതായത് കടുത്ത പോരാട്ടം തന്നെയാണ് മൂന്ന് ജില്ലകൾ തമ്മിൽ നടക്കുന്നത്. ഇന്നലെയും ഇന്നും അങ്ങനെ തന്നെയാണ്. നിലവിൽ കണ്ണൂർ ജില്ലയാണ് പോയിന്റ് അടിസ്ഥാനത്തിൽ ഏറ്റവും മുൻപിലുള്ള ജില്ല. 412 പോയിന്റുമായി കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 410 പോയിന്റോടെ കോഴിക്കോട് ജില്ലയാണ് തൊട്ടു പിന്നിലുള്ളത്. തൃശ്ശൂരും ഒട്ടും മോശമല്ല, 408 പോയിന്റുമായി കോഴിക്കോടിന് തൊട്ടു പിന്നിൽ തന്നെ തൃശ്ശൂരുണ്ട്. നമുക്ക് അറിയാം, ഇന്നലെ മുതൽ തന്നെ ഈ മൂന്ന് ജില്ലകളിലാണ് ഈ 1 മുതൽ 3 സ്ഥാനം വരെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത്. രണ്ടാം ദിനമായപ്പോഴേക്കും ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ആവേശത്തിലേക്ക് കലോത്സവം എത്തിക്കഴിഞ്ഞു. 25 വേദികളിലും ഇത്തരത്തിൽ വലിയ ആവേശത്തോടെ കലാമത്സരങ്ങൾ നടക്കുമ്പോൾ അതിലേറെ ആവേശത്തോടെ കാഴ്ചക്കാർ കൂടി എത്തുന്നു എന്നുള്ളതാണ് ഇതിലെടുത്തു പറയേണ്ടത്. സാധാരണഗതിയിൽ കലോത്സവങ്ങളിൽ ചില ജനപ്രിയ പരിപാടികൾ കാണും, ജനപ്രിയ ഐറ്റങ്ങൾ കാണും. അവിടെ ആയിരിക്കും സാധാരണഗതിയിൽ കൂടുതൽ ആളുകളെ കാണുക എങ്കിൽ തൃശ്ശൂരിൽ നടക്കുന്ന ഈ കലോത്സവത്തിൽ അങ്ങനെയല്ല. സ്ഥിതി വ്യത്യസ്തമാണ്. എല്ലാ വേദികളിലും അത്തരത്തിൽ നിറഞ്ഞ കവിഞ്ഞ ആളുകൾ തന്നെയാണുള്ളത്. നമുക്കറിയാം, ഈ മൈതാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, അതുപോലെ തന്നെ ആളുകളുടെ കൂട്ടങ്ങളെല്ലാം തന്നെ ഉണ്ട് ഈ പ്രേക്ഷകരായി എത്തുന്നതിന് പുറമെ തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാ സമയവും സജീവമായി തന്നെ ഈ കലോത്സവം മുന്നോട്ട് പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നും ജനപ്രിയ ഐറ്റങ്ങൾ തന്നെയായിരുന്നു ഇന്നത്തെ ദിവസവും ഉണ്ടായിരുന്നത്. നാളെയും അത്തരത്തിൽ വലിയ ജനപ്രിയ കലാ മത്സരങ്ങൾ തന്നെ നടക്കും. അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ മത്സരം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മൂന്ന് ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ കേവലം എനിക്ക് തോന്നുന്നു 2 പോയിന്റിനപ്പുറത്തേക്കൊന്നും ഇതുവരെയും ഒരു വ്യത്യാസം കാര്യമായി വന്നിട്ടില്ല. ഈ 2 പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ തന്നെയാണ് ഈ 3 ജില്ലകളും 1, 2, 3 സ്ഥാനങ്ങൾ പങ്കിടുന്നത്. മൂന്നാം ദിനമായ നാളെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വേദിയായ വേദി 1 നടക്കുന്നത് കുച്ചിപ്പുടിയും തിരുവാതിര കളി അടക്കമുള്ള മത്സരങ്ങളാണ്. സ്വാഭാവികമായും ഇതിനെല്ലാം തന്നെ വലിയ ജനപ്രീതിയുള്ള ഐറ്റങ്ങളായതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടും. ഇന്നലെ രാവിലെ ആരംഭിച്ച കലാപരിപാടികൾ ഇന്ന് പുലർച്ചെയാണ് അവസാനിച്ചത്. ആ പുലർച്ചെ വരെയും ഈ പരിപാടിക്ക് എത്തിയ ആളുകൾ മാത്രമല്ല, അല്ലെങ്കിൽ അവരോടൊപ്പം എത്തിയ ആളുകൾ മാത്രമല്ല, പക്ഷേ വിവിധ ജില്ലകളിൽ നിന്ന് ഈ തൃശ്ശൂരിലേക്ക് എത്തിയ ആളുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, കാഴ്ചക്കാരായി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കാഴ്ചക്കാരുടെ വലിയ പിന്തുണ കൂടിയാണ് ഈ പരിപാടിയുടെ എല്ലാം തന്നെ വലിയ വിജയമായി മാറുന്നത്. കലോത്സവങ്ങളുടെ എല്ലാം വലിയ വിജയമായി മാറുന്നത് വേദികൾ കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നടന്ന നാടകവും ഒപ്പനയും അടക്കമുള്ള ഐറ്റങ്ങളിലെല്ലാം തന്നെ വലിയ ജനപ്രീതി നേടിയ, അല്ലെങ്കിൽ വലിയ ജനസ്വീകാര്യത കിട്ടിയ ഒരു ഐറ്റങ്ങളൊക്കെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും നാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവാതിരയും കുച്ചിപ്പുടി അടക്കമുള്ള ഐറ്റങ്ങൾ നാളെ ഉണ്ട്. അത്തരത്തിൽ വലിയ സ്വീകാര്യതയോടെ, അല്ലെങ്കിൽ വലിയ ആവേശത്തോടെ തന്നെയാണ് ഈ കലോത്സവം മുന്നോട്ട് പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനപങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കലോത്സവം മുന്നോട്ട് പോവുകയാണ്. എല്ലാ തരത്തിലുമുള്ള ഏകോപനമുണ്ട്. പോലീസിൻ്റെ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളോടെയും തന്നെ രണ്ടാം ദിനം അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇന്നലെ നടന്ന പരിപാടി ഇന്ന് പുലർച്ചെയാണ് പൂർത്തിയായത്. അത്തരത്തിൽ തന്നെയായിരിക്കും ഇന്നത്തെയും സാഹചര്യം. രാത്രി വൈകിയും പരിപാടികൾ ഉണ്ടാകും. സ്വാതി. ശരി ശ്രീരാജ്.